വിജിലൻസ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പായി തന്നെ മറ്റെവിടെയെങ്കിലും, അതായത് ഒന്നുകിൽ പോലീസ് ക്ലബ്ബിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലോ ആണ് കൊണ്ടുവരിക എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ എത്തിച്ച് ബാക്കി നടപടിക്രമങ്ങൾ കൂടെ പൂർത്തിയാക്കിയ ശേഷമാകും കോടതിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെ ഒരു തിരക്കിൽ തന്നെയാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ രണ്ട് കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും PS പ്രശാന്തിനെ എത്തിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം കൂടെ ലഭിച്ചിട്ടുള്ളത്, കായംകുളത്ത് നിന്നും അജികുമാറിനെ കൂടെ ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ്, സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ചാകും കോടതിയിലേക്ക് ഹാജരാക്കുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2025 ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് വീണ്ടും സ്വർണം പൂശുവാനായി ഇവിടെ നിന്നും ദ്വാരപാലക ശില്പപാളികളടക്കം കൊണ്ടുപോയതിൽ ദുരൂഹത ഉണ്ട് എന്നതാണ് കണ്ടെത്തൽ. ഇത് നേരത്തെ നടന്ന തട്ടിപ്പ് മറയ്ക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. ഇതിനനുസരിച്ചാണ് പിന്നീട് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. അതേസമയം തന്നെ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴെല്ലാം PS പ്രശാന്ത് പറഞ്ഞത് തനിക്ക് യാതൊരുവിധ പങ്കും ഇല്ല എന്നാണ്. എന്തായാലും പിണറായി സർക്കാർ ഇരുന്ന കാലത്ത് അവരുടെയൊക്കെ തന്നെ തലോടൽ ഏറ്റുവാങ്ങിയ ഒരു ദേവസ്വം പ്രസിഡന്റ് കൂടെയാണ് PS പ്രശാന്ത്. അതായത് സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഒരു നീക്കം അത് വലിയൊരു സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അത് അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നു നേരത്തെ തന്നെ. അതിന് പിന്നാലെയാണ് അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയത്. എന്തായാലും ഒരു പ്രൈവറ്റ് വാഹനത്തിൽ PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ക്ലബിലും അതോടൊപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലും അടക്കം പോലീസിൻ്റെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന പത്മകുമാറിനെ അടക്കം എത്തിച്ചപ്പോൾ പോലീസിൻ്റെ വലിയൊരു സുരക്ഷാ സംവിധാനമുണ്ടായിരുന്നു. കാരണം മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാത്ത വിധത്തിലേക്ക് പോലീസ് ഈ പത്മകുമാറിനെ കോടതിക്കുള്ളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇത്തവണയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. PS പ്രശാന്തിനെയും അതായത് മാധ്യമപ്രവർത്തകരെ അടക്കം പലയിടങ്ങളിലായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് ഹാജരാക്കുക. അതിൻ്റെ പല സൂചനകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ജനം TV സംഘം ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും കോടതിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ PS പ്രശാന്തിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനാകും എന്നാണ് പ്രതീക്ഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് അറസ്റ്റിലായവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. പത്മകുമാർ ആയാലും അതോടൊപ്പം തന്നെ വാസു ആയാലും മറ്റ് ഉദ്യോഗസ്ഥരായാലും എല്ലാവർക്കും ഇടതുപക്ഷ സർക്കാരുമായി അല്ലെങ്കിൽ CPM-ഉമായൊക്കെ വലിയ ബന്ധമുള്ള ആൾക്കാരാണ്, വലിയ സ്വാധീനമുള്ള ആൾക്കാരായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെയാണ് PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ കോൺഗ്രസ് അനുഭാവിയായിരുന്നെങ്കിൽ അതിനുശേഷം CPM-നോട് അനുഭാവം പുലർത്തുകയും ഉന്നത സ്ഥാനങ്ങളിൽ വരികയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇനി കോടതി നടപടി. കോടതിയിലേക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും റിമാൻഡ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രതികളെയൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും റിമാൻഡ് ചെയ്തിട്ട് ഈ പ്രതികളെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം മാത്രം ലഭിച്ച ആളുകളാണ്. അതായത് 90 ദിവസം കഴിയാതെ ഒരു പ്രതികൾക്ക് പോലും, അതായത് തന്ത്രിക്കോ അല്ലെങ്കിൽ ശ്രീകുമാറിനോ അടക്കം അല്ലാതെ മറ്റൊരു പ്രതികൾക്കും 90 ദിവസത്തിന് ശേഷം മാത്രമേ ജാമ്യം അനുവദിച്ചു കൊടുത്തുള്ളൂ. എന്തായാലും ആ നടപടിയിലേക്ക് അടക്കം കോടതി കടക്കുമോ എന്നത് നോക്കണം. കാരണം പ്രശാന്തിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ഈ തട്ടിപ്പ് മറയ്ക്കുവാനുള്ള ഒരു ശ്രമം, ഗൂഢമായ ഒരു ശ്രമം നടന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. അതായത് 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം 2025 അത് മറയ്ക്കുവാനായി വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയി എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൊല്ലത്തെത്തിച്ച് വീണ്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ളത്.
അതിനുശേഷമാകും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ആദ്യം ഈ കേസ് എടുക്കുമ്പോൾ തന്നെ റാന്നി കോടതിയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. അതിനുശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുന്നത്. വിജിലൻസിൻ്റെ അന്വേഷണം അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഏത് പ്രതിയെ അറസ്റ്റ് ചെയ്താലും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക. അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവനും വിജിലൻസ് കോടതിയിലാണ് തുടർന്ന് വരുന്നത്. നിലവിലിപ്പോൾ കൊല്ലത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്തേക്ക് എത്തിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും വിജിലൻസ് കോടതി സമയമെന്ന് പറയുന്നത് 11 മണിയാണ്. 11 മണിക്കാണ് വിജിലൻസ് കോടതിയിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ആ 11 മണിക്ക് ശേഷമാകും കോടതിയിലേക്ക് ഈ പ്രശാന്തിനെ കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ പോലീസ് ക്ലബ്ബിലടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സുരക്ഷാ കവചമൊരുക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും എത്തിക്കുമെന്നുള്ള ഒരു സൂചനയാണ്. അതായത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുമെന്ന ആദ്യ സൂചന ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറി പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും തീരുമാനമെടുത്തു നേരെ തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ എന്നുള്ളതും അതിലും വ്യക്തതയില്ല. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം, അതായത് കസ്റ്റഡിയിലെടുത്ത് പൂർത്തിയാക്കിയ ശേഷമാണ് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം കാലം, അതായത് ശബരിമല പോലെയുള്ള ഒരു പരിപാവനമായ ക്ഷേത്രത്തിൽ, അതായത് മഹാക്ഷേത്രത്തിൽ ഇത്രയധികം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ വിശ്വസിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയധികം വലിയൊരു കൊള്ള നടത്തിയതിൻ്റെ ഭാഗമായി PS പ്രശാന്ത് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ, അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെക്കാലമായി തന്നെ എല്ലാ പ്രതികളെയും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഒരാവശ്യം അത് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതിനനുസരിച്ച് തന്നെ പിന്നീടുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു അന്വേഷണം പകുതി വഴിയിൽ, അതായത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, സ്വാഭാവികമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇഴച്ചിലുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് അറസ്റ്റിലേക്ക് അടക്കം കടക്കുന്നത് മറ്റുള്ളവരുടെ. എന്തായാലും ഇപ്പോൾ CPMൻ്റെ സർക്കാർ മാറിയിരിക്കുന്നു, LDF സർക്കാർ മാറിയിരിക്കുന്നു. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ അറസ്റ്റ് അത് തന്നെയാണ് PS പ്രശാന്തിൻ്റേത്. വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നീട് കോടതിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ്. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഓരോ ഭാഗത്തു നിന്നും, അതായത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ തരത്തിലുള്ള താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ PS പ്രശാന്ത് പ്രതികരിച്ചിരുന്നു. എന്നാൽ പോലും അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അത് കഴമ്പുള്ളതാണെന്ന് കോടതിക്ക് വ്യക്തമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്, ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും PS പ്രശാന്തിനെ അല്പസമയത്തിനകം തന്നെ കൊല്ലത്തേക്ക് പോലീസ് ക്ലബ്ബിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ കൊണ്ടുവരുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഗൗതം. ഓക്കെ